നമ്മൾ ജൂൺ മാസത്തിൽ അന്ന് നട്ട കൊടുവേലിയാണത്. ഏപ്രിലായപ്പോഴേക്കും കംപ്ലീറ്റ് ഉണങ്ങി. ഇപ്പം മെയ് ആയി, ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ ഈ ഉണങ്ങിയ ഭാഗത്തിൽ നിന്ന് വീണ്ടും തളിരൊക്കെ വരാൻ തുടങ്ങി. ഇതൊരു പ്രത്യേകതരം മണ്ണാണ്. ഇവിടെ മണൽ കൂടിയ ഒരു പ്രദേശമാണ്. അധികം വെള്ളം നിൽക്കില്ല, ഈർപ്പം നിൽക്കില്ല മണ്ണിൽ. പക്ഷേ കൊടുവേലി ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ പറമ്പിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഈ മഴ പെയ്ത സമയത്ത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ തൂമ്പ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കൊടുത്തു. ഉണ്ടല്ലേ, ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഈ ബാക്കി അതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഒരു പുനരുജ്ജീവനം തന്നെ അത് ഉണ്ടാവും. പിന്നീട് നമുക്കിത് കളക്ട് ചെയ്യാം. ഇതിൻ്റെ കിഴങ്ങ് കളക്ട് ചെയ്യാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും ഇതിൻ്റെ സ്റ്റെംസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ പുതുമഴയിൽ ബാക്കിയുള്ള ധാരാളം സ്ഥലങ്ങളിൽ ഇത് വെച്ച് നോക്കാം. ഓക്കെ, ഇത് കാണുന്നത് ദൂരത്ത് കാണുന്നത് രാമച്ചമാണ്. രാമച്ച ഇവിടെ നിന്ന് വിളവെടുത്ത് രാമച്ചത്തിന് അനുയോജ്യമായൊരു മണ്ണായിരുന്നു ഇത്. നല്ല മണലോട് ചേർന്നിട്ടുള്ള മണലും മണ്ണും കൂടി കൂടിയിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ അതിന് രാമച്ചം വിളവെടുത്തതിന് ശേഷം ബാക്കി കുറച്ച് വെച്ചതായിരുന്നു.